സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും സംഘികളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. അതായത് സംഘികൾ പലതരത്തിലാണ്. ക്രിസംഘികൾ, മുസംഘികൾ, അങ്ങനെയൊക്കെ ഒരുപാട് സംഘികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സംഘികളുടെ കൂട്ടത്തിലുള്ള ഹിന്ദു സംഘികളുമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ക്രിസംഘി അല്ലെങ്കിൽ മുസംഘി മാത്രമല്ല, ഹിന്ദു സംഘി, ഹിസംഘിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഘികൾ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംഭാവനകൾ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ പ്രതിനിധാനത്തിൽ കൂടി അല്ലെങ്കിൽ അവരുടെ സംഭാവനയിൽ കൂടി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുക, അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്ന, എല്ലുമുറിയെ പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ആ ശാഖയിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലുള്ളത്. അപ്പോൾ അവര് അഹോരാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദു രാഷ്ട്രം ഇവിടെ വേണം, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ തന്നെ ഒത്തുചേരണം, അതിനു വേണ്ടിയിട്ട് കുംഭമേള, മഹാകുംഭമേള എന്ന് പറയുന്ന സന്യാസിമാരുടെ തുണി അഴിഞ്ഞുള്ള ഒരാട്ടം അതിവിടെ മലപ്പുറത്തും കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നീട് അതിനെ ഒരുമാതിരി മതവൽക്കരിച്ചുകൊണ്ട്, നമുക്കറിയാം മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ അവർക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുക, അതിനെ കുംഭമേള, മഹാകുംഭമേളയെ ബാപ്പമാർ പുച്ഛിച്ചു, അല്ലെ ബാപ്പമാർക്ക് കുംഭമേളയോട് എതിർപ്പ്, അത് പിണറായിയെ അറിയിച്ചത് കൊണ്ട് പിണറായി കുംഭമേളയെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്ന് നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പൊ അങ്ങനെ കുംഭമേള വെക്കുന്നു, അതിൽ കൂടി ഹിന്ദുക്കളെ എല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട്, ഹിന്ദുക്കളെ എല്ലാം കൂടി ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ മറ്റ് മതവിഭാഗങ്ങൾ വളർന്നു വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് വലിയ ദീർഘവീക്ഷണത്തോടു കൂടി എന്തൊക്കെയോ കെട്ടിച്ചമച്ച കഥകളുമായിട്ടൊക്കെ ഈ ക്രിസംഘികളും മുസംഘികളും അതേപോലെ തന്നെയുള്ള ഹിസംഘികളും എല്ലാം രംഗത്തേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ മലയാള സിനിമയിലടക്കം, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സാധാരണക്കാരായ ജനങ്ങളടക്കം എല്ലാവരെയും ദ്രോഹിക്കുന്ന സംഘികളുടെ ഒരു വിഭാഗത്തിനെ നമ്മൾ കണ്ടു. അവർ ചെയ്യുന്ന ചെറ്റത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ സംഘികളുടെ അല്ലെങ്കിൽ സംഘികൾ ഭരിക്കുന്ന രാജ്യത്തിലെ ഒരു സംഭവ വികാസത്തെ പറ്റി, അല്ലെങ്കിൽ സംഘികൾ ഭരിക്കുന്ന സ്ഥലത്തെ UP പോലെയുള്ള അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലെ ഒരു സന്ദർഭങ്ങളെ പറ്റി, അവിടുത്തെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ആ പറഞ്ഞ കാര്യങ്ങളിൽ കുരു പൊട്ടിയ ഒരു സംഘിപുത്രൻ, ഈ ഗോമൂത്രത്തിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ ഉടലെടുത്തവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സംഘിപുത്രൻ ആ യുവതിയെ അല്ലെ ആ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ടും മ്ലേച്ഛകരമായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ആ വീഡിയോ അവൻ പങ്കുവെച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണ്. അവൻ്റെ ചാനലിൻ്റെ പേര് അനന്തപുരി വ്ലോഗ് എന്നാണ്. തിരുവനന്തപുരത്തുള്ളവനാണോ? ആണെന്ന് തോന്നുന്നു, എന്തെങ്കിലും ആവട്ടെ. അപ്പം അവൻ പറഞ്ഞിരിക്കുന്നത്, ചാണകവും ഗോമൂത്രവും കുടിക്കുന്ന, അല്ലെങ്കിൽ ചാണകത്തിനെയും ഗോമൂത്രത്തിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഈ പെൺകുട്ടി രംഗത്തേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വളരെ മ്ലേച്ഛകരമായ രീതിയിലാണ് ഇവൻ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു ചേതോ വികാരം, അല്ലെ ഇവൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്കറിയാം ഫസൽ കാരാട്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയെ കളിയാക്കുന്ന ഇടതുപക്ഷം, വലതുപക്ഷം, മറ്റേ പക്ഷം, അവൻ്റെ കക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് വലിയ രീതിയിൽ മെഴുകുന്ന ഒരുത്തനെ അറിയാം. കണ്ണും തള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഇടതുപക്ഷം, പ്രധാനമന്ത്രി. ഇവൻ്റെയൊക്കെ വിചാരം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തോ വലിയ സംഭവമാണെന്നാണ്. സംഭവം അല്ലെന്ന് ഞാൻ പറയുന്നില്ല, സംഭവം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അല്ലെ രാജ്യത്തിൻ്റെ കാവലാൾ, അല്ലെ രാജ്യത്തിൻ്റെ എല്ലാമാണ് പുള്ളിക്കാരൻ കേട്ടോ, അല്ല നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ അയാളുടെ പേരും അല്ലെ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് മുന്നിലിട്ടുകൊണ്ട് ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചാളുകൾ ഈ സംഘികളുടെ കൂട്ടത്തിലുണ്ട്. അതായത് ഇത്തിൽ കണ്ണികൾ എന്നൊക്കെ പറയില്ല, നല്ലതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഒരു മോശം കാണും. അപ്പൊ അങ്ങനെയുള്ള ചില മോശപ്പെട്ട ആളുകൾ, അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ പൊങ്കാലിടാൻ വേണ്ടി ഇവരൊക്കെ വരാം. അപ്പൊ ഈ അനന്തപുരി വ്ലോഗ് എന്ന് പറയുന്ന ചാനലും വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇവൻ കാണിക്കുന്ന തോന്നിവാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോണകവും ഇട്ടുകൊണ്ട് പാലഭിഷേകം തടാകത്തിലേക്ക് ചെയ്യുന്ന ഒരു സ്വാമിയെ പറ്റി ഒരു സ്ത്രീ ഒരു വീഡിയോ ഇടുകയുണ്ടായി. ആ വീഡിയോ എടുത്തിട്ട് രാവിലെ പോയി സ്വാമിയുടെ മുന്നിൽ നിൽക്കൂ, സ്വാമി നിങ്ങൾക്ക് പാല് നിങ്ങളുടെ നെഞ്ചത്തും നിങ്ങളുടെ ശരീരത്തും ഒക്കെ ഒഴിച്ചു തരുമെന്നാണ് ഈ നായിന്റെ മുമ്പ് പറയുന്നത്. ഇവൻ ആർക്കുണ്ടായതാണെന്ന് ഇവന് പോലും വ്യക്തതയില്ല. അങ്ങനെ ഒരുവനാണ് ഈ സ്ത്രീകളെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ തന്തയ്ക്ക് പുറക്കാഴി എല്ലാം പറയുമ്പോഴും ഇവനെ പിന്തുണച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുടെ മെഴുകലുകളാണ് അവൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടത്. എന്താ പറയുക, ആ പെൺകുട്ടികൾ പറയുന്നത് കേട്ടില്ലേ? ഹിന്ദുക്കളെ പുച്ഛിക്കുകയാണ്, സഹോദര ഇങ്ങനെ മറുപടി കൊടുക്കണം, ഇതാണ് സഹോദര, ഇതാണ് നീതി, ഇതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഏക യുഗപുരുഷൻ എന്നാണ് പറയുന്നത്. മരവാണത്തിനും ഫാൻസോ?
അതാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. എന്ത് തോന്നിവാസവും പറയാമെന്ന് വിചാരിക്കുന്ന സംഘികളുടെ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികൾ ഇനി ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല, വൃത്തികെട്ട പ്രവൃത്തികൾ ഉണ്ടാവാൻ പാടില്ല, യുവമാരുടെ തോന്നിവാസങ്ങൾ ഇവിടെ നടക്കാനേ പാടില്ല. ഈ തോന്നിവാസങ്ങൾക്കെല്ലാം മറുപടിയായി തന്നെ വേണം ഈ സംഘികളെ ഇവിടുന്ന് അടിച്ചോടിക്കാനായിട്ടും. ഇവന്മാരെ ചാണകം മെഴുകലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടി അവന്മാർ മെഴുകി തുടങ്ങിയിട്ടുമുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പ് ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. നമസ്കാരം. ഈ വീഡിയോ ഒരാള് പോലും കാണാതെ പോകരുത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ ഇഷ്ടപ്പെടുന്നവർ, കുംഭമേള ഇഷ്ടപ്പെടുന്നവർ, ഹിന്ദു വിശ്വാസങ്ങളെയും സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളും ഈ വീഡിയോ തീർത്ത് കാണാതെ പോകരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടതിൽ BJP കേന്ദ്ര സർക്കാരിനെ, മോദിയെ, RSSകാരെ, കുംഭമേളയൊക്കെ അപമാനിച്ചുകൊണ്ടൊരു വീഡിയോ കണ്ടപ്പോൾ തിരിച്ചൊരു മറുപടി കൊടുത്തു. ആ മറുപടിക്ക് മറ്റൊരു മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി നമ്മുടെ സംസ്കാരങ്ങളെയൊക്കെ ഒരുമാതിരി പുച്ഛിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്മിണി. അല്ലല്ല, ആരുടെ സംസ്കാരങ്ങളെ? എടാ, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ അടിമയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ ജനിച്ചു വീണപ്പം മുതൽ നിന്റെ നാക്കിലേക്ക് ഇറ്റിറ്റ് വീണത് ഈ സംഘികൾ തന്ന ഗോമൂത്രമാണെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി. അതെല്ലാ ഹിന്ദുക്കളുടെയും മണ്ടയിലേക്ക് കൊണ്ടുവന്ന് അടിക്കാൻ നോക്കരുത് മോനെ. ഞാനും ഒരു ഹിന്ദു തന്നെയാണ്. ഇവിടെ കാവിക്കളസവും ഇട്ടുകൊണ്ടൊന്നും ഞാൻ ക്ഷേത്രത്തിൽ പോകാറില്ല. ക്ഷേത്രത്തിൽ പോകും, ആരാധന ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഞാൻ തിരികെ വരും. അവിടെ RSS എന്നോ ഈ കാവിക്കളസം, കാവിക്കോണകമെന്നോ ഒന്നുമില്ല. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവിക്കോണകം അങ്ങനെയൊന്നുമില്ല. കാവിക്കോണകത്തിന്റെ ഒരു ആവശ്യമില്ല ഇവിടെ. ദൈവത്തിനെ കാണുക, പോയിട്ട് തൊഴുക, വരിക. അവിടെ RSS വൽക്കരിക്കാൻ നോക്കുമ്പോഴാണ് ഈ കാവിക്കളസത്തിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രസക്തി ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഒരു ഐതിഹ്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ സംഘപരിവാറാണ്, അല്ലെങ്കിൽ BJP ആണ്, അല്ലെങ്കിൽ സംഘിമിത്രങ്ങളാണ് നമ്മുടെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തവരെന്നും, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇങ്ങനെ നല്ല നേരെ നയിക്കുന്നവരെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാണ് ഈ RSS ഒക്കെ ഈ ക്ഷേത്രങ്ങളിലേക്ക് ഇത്രയധികം കയറി ഇങ്ങോട്ട് മെഴുകി തുടങ്ങിയത്? നമുക്കറിയാം, ആസിഫയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേടന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ടില് പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു കൊച്ചു കുട്ടിയെ, ഒരു ബാലികയെ പീഡിപ്പിച്ച് കൊന്ന ആളുകളാണ്. ആരാണ്? സംഘപരിവാർ. പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊന്ന ടീംസാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നിട്ടാണ് ഭാരത സ്നേഹം, രാഷ്ട്രസ്നേഹം, പിന്നെ നമ്മുടെ എന്താ പറയുക, ഹിന്ദുരാഷ്ട്രം വലിയ രീതിയിൽ അങ്ങോട്ട് വേണം, മെച്ചപ്പെടുത്തിക്കൊണ്ട് വരണം, ഹിന്ദുരാഷ്ട്രം ആണ് ആവശ്യം, ഹിന്ദുരാഷ്ട്രം ഇല്ലാതെ ഒരു പരിപാടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നത് എന്ത് വാല്യൂ ആണല്ലേ ഇവന്മാർക്കുള്ളത്. ബാക്കി കേട്ട് നോക്കാം. ശരണ്യ PS എന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. അവൾ പറയുന്ന എല്ലാ വീഡിയോയും കാണിക്കാൻ കഴിയില്ല, കാരണം സമയം ഒരുപാട് പോകും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ആദ്യം തന്നെ അതിനുശേഷം അവർ പറയുന്ന ഓരോ വീഡിയോയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട്. അത് കേൾപ്പിച്ചിട്ട് അതിന് മറുപടി ഞാൻ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന സംഖ്യ ചേട്ടന് ഭയങ്കര വിഷമം. ഞാൻ ഈ പറയും പോലെ ഞാനൊരു സംഖ്യയാണ്. അത് പറയാൻ അറിയാം. ഇന്ത്യയില് ഏത് കൂടുതലും ചെന്ന് പറയാം ആത്മാഭിമാനത്തോടെ. ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്തും ചെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റും ആത്മാഭിമാനത്തോടെ ഞാനൊരു സംഖ്യയാണെന്ന്. പക്ഷെ കമ്പനി നിനക്ക് പോയി പറഞ്ഞാൽ കാറി തുപ്പി, നീ പറഞ്ഞില്ലേ, ആൾക്കാരെ മൂത്രം എടുത്തൊഴിച്ച് നിന്നെ ഓട്ടിക്കും. ഇതാണ് ആള്. തുടങ്ങാം നമുക്ക്. ഓന്റെ ചാണകവും മൂത്രവും തിന്നും കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്ത്യയും താനും. പിന്നെ എന്താണ് ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP. അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഞാൻ താഴെ തന്നിരിക്കുന്ന വീഡിയോസ്. ഞാൻ മുമ്പ് ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊട്ടക്കണിച്ച തവളകളല്ല. അയ്യോ, കേട്ടല്ലോ. ആദ്യം തന്നെ കേരളത്തിന്റെ കമ്പനികളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി നമുക്കൊന്ന് കാണണ്ടേ. ഇവനീ കാണിക്കാൻ പോകുന്നത് റഹീമിന്റെ ഒരു വീഡിയോ ആണ്. റഹീം ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ ദുരിതം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അയാൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെ എടുത്തുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടാണ് ഈ സംഘിപുത്രൻ വീഡിയോ കാണിക്കുന്നത്. എടാ മോനെ, ഭാഷ എന്ന് പറയുന്നൊരു സാധനം എന്തിനു വേണ്ടിയിട്ടാണ്? ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഭാഷ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ഈ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പറയുക? ചുണ്ട് ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ടാവും, എന്നാൽ അവർക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ കൈകളും അവരുടെ കണ്ണുകളും ഒക്കെ അത് നമ്മളോട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കണ്ണ് കാണാത്തവരെയും അതേപോലെ തന്നെ മിണ്ടാത്ത ആളുകളെ, മൂകരും ബധിരരുമായിട്ടുള്ള ആളുകളൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാവാൻ കഴിവുള്ള, ദൈവം കഴിവ് കൊടുത്തുള്ള ഒരാൾ തന്നെയാണ് മനുഷ്യൻ. അങ്ങനെ മനുഷ്യനെ സാധിക്കുള്ളൂ കേട്ടോ. മൃഗങ്ങൾക്കും പറ്റും, ഇല്ലെന്നല്ല, മനുഷ്യന് നല്ല രീതിയിൽ സാധിക്കും. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്ന മനുഷ്യന് ഈ പറയുന്ന റഹീം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്.
എന്തിനാണോ റഹീം അവിടെ പോയത്, എന്താണോ റഹീം പറഞ്ഞത്, അയാളുടെ വാക്കുകൾ അല്ലെങ്കിൽ അയാളുടെ അക്ഷരം ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും അയാളുടെ ലാംഗ്വേജസ് അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജസ്, അയാളുടെ കൈ കൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ, അതെല്ലാവർക്കും മനസ്സിലായി. അവർക്ക് വേണ്ടുന്ന ആശ്വാസവുമായി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും കിട്ടി. എന്നാൽ ഇവർ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്ത് വെച്ചുകൊണ്ടാണ് ഈ രീതി മെഴുകുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ധിക്കരിക്കുകയല്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കളിയാക്കുകയൊന്നുമല്ല, ഇത്രയും കിടന്ന് മെഴുകുന്നത് കൊണ്ട് ചോദിച്ചു പോവുകയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ബാക്കിയൊന്നും കണ്ടു നോക്കുക. ഇതാണ് കമ്മികളുടെ ലോകത്തെ വിദ്യാഭ്യാസം. കണ്ടല്ലോ ശരണ്യ, തനിക്കെത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൽ വേറൊന്ന് പറയുന്നുണ്ട്, ചാണകവും ഗോമൂത്രവും കുടിച്ച്. ഈ വിദ്യാഭ്യാസം വകതിരിവെന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ടാണ് സംഖ്യക്കുട്ട. കാരണം വിദ്യാഭ്യാസം ഒരുപാട് കൂടിയ ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഖ്യകളും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വകതിരിവെന്ന് പറയുന്ന സാധനം, വിവരമെന്ന് പറയുന്ന സാധനം വട്ടപൂജ്യവും തീരെ ഇല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിജിയുണ്ട്, നരേന്ദ്രമോദിജിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ, ഉന്നത കുലജാതനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള വലിയൊരു നടനും അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഉയർന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അയാളുടെ മനസ്സിലോ അല്ലെ അയാൾക്ക് ഒരു വിവരം എന്ന് പറയുന്ന സാധനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ വിവരമില്ല. പൊട്ടക്കിണറ്റിലെ തവളകളാണ് നിങ്ങളെന്ന് ആ പെൺകുട്ടി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പൊട്ടക്കിണറ്റിലെ അല്ല, ഈ ചാണകപ്പുരയിലെ കിണറ്റിലെ തവളകളാണ്. ആ ചാണകത്തിനകത്ത് കിടക്കുന്ന വണ്ടും പുഴുവൊക്കെയാണ് ഇവരുടെ ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഇവർ കണ്ടിട്ടുമില്ല, ഇവർ സ്വപ്നം പോലും കാണുന്നുമില്ല. ഇവർക്ക് ആ കിട്ടിയിരിക്കുന്ന ലോകത്തിൽ ഇവർ സന്തുഷ്ടരാണ്. അവിടെ കിടന്നുകൊണ്ട് എന്തും ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ഇവരിവിടെ എന്തോ വലിയ രീതിയിൽ അങ്ങ് മറിച്ചു എന്നാണ് പറയുന്നത്. എന്ത് മറിച്ചു എന്നാണ് പറയുന്നത്? എൻ്റെ പൊന്ന് സംഖ്യക്കുട്ട, ഇവിടെ ഈ പറയുന്ന UP ബീഹാർ പോലെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നേരെ വണ്ണം ഒരു കാര്യം പറയാനോ നേരാൻ വണ്ണം ഒരു കാര്യം ചെയ്യാനോ സാധിക്കില്ലായിരുന്നു. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ മാറി മാറി ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഈ തോന്നിവാസങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ പറയുന്ന രീതിയിൽ സംഖ്യകൾ എല്ലാ രീതിയിലും ഇവിടെ മെഴുകുന്നുണ്ടെന്ന് നീ ഇങ്ങനെ വാദിക്കാൻ ശ്രമിക്കുമ്പോൾ നീ തന്നെ ചിന്തിച്ച് നോക്കുക എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിന്റെ മക്കളും നമ്മളും എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നിനി ഇപ്പോൾ അല്ല, ഇനി നാളെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കടന്നുകയറ്റങ്ങൾ വരാം, ആരൊക്കെ വരാമെന്ന് നീ ചിന്തിക്കുക. ഇവനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളൊന്ന് മനസ്സിലാക്കുക. ഇവന് കാര്യം എന്താണെന്ന് പോലും അറിയില്ല, വെറുതെ ഇരുന്ന് എന്തൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ഓടി കളിക്കട കുഞ്ഞിരാമ, ചാടി കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ. ഇത് നാണമാവൂലേ? ഇത്രയും അധികം നമ്മുടെ ആളുകളെ എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അഹോരാത്രം പണിയെടുക്കുന്നത്. കുഴപ്പമില്ല, പണിയെടുക്കട്ടെ, അവനുള്ള കാശ് കിട്ടുന്നുണ്ടാവും, അവൻ പണിയെടുത്തോട്ടെ. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് അറിയാവുന്ന ആളുകൾ ഇവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും സംഖ്യക്കൂട്ടിന് നല്ല പണി കിട്ടി. അതിന്റെ വിഷമത്തിലാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. ശരണ്യ എന്ന് പറയുന്ന യുവതിക്ക് ഒരു ബിഗ് സല്യൂട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേന്. അപ്പോൾ ഓക്കെ, ബൈ.